ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ക്രിയേഷൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തട്ടുകട സ്റ്റൈലിലുള്ള കപ്പ മുട്ട ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഞാൻ 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ കപ്പയുടെ തൊണ്ട് പൊളിച്ചെടുക്കുക. ഇപ്പോൾ കപ്പയുടെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി കഴുകിയതിന് ശേഷം ചെറുതായി കട്ട് ചെയ്തെടുക്കാം. കപ്പയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലോട്ട് മാറ്റാം. ഇനി ഈ കുക്കറിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് കപ്പയുടെ സെയിം ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി അടച്ച് വെച്ച് 1-2 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കണം. കപ്പ അധികം വെന്ത് ഉടഞ്ഞു പോവരുത്. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം മൂടി തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വേവുന്ന കപ്പയായതുകൊണ്ട് ഞാൻ 1 വിസിലേ അടുപ്പിച്ചിട്ടുള്ളൂ. ഇനി കപ്പയിലെ വെള്ളം ഊറ്റിക്കളഞ്ഞെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇടത്തരം വലിപ്പമുള്ള 2 സവോള അരിഞ്ഞെടുത്തത് ചേർക്കാം. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ശരിക്കും വഴന്നു വരേണ്ട ആവശ്യമില്ല, ഇത്രയും വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് പച്ച മണം മാറുന്നത് വരെ ഇളക്കിയെടുക്കാം. മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം ലോയിലാക്കിയിട്ട് വേണം ചേർക്കാൻ. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം വേവിച്ച് വെച്ച കപ്പ കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. കപ്പയുടെ കട്ട് നിർബന്ധമായും വേവിച്ച് ഊറ്റി കളയുക തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അത് പിന്നീട് പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് വഴിതെളിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് വലിപ്പമുള്ള ഒരു കടായി സ്റ്റൗവിൽ വയ്ക്കാം. കടായി ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും
1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ചിക്കി പൊരിച്ചെടുക്കാം. ഇനി ഈ മുട്ടയിലേക്ക് കപ്പ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കടകോല് കൊണ്ട് ഉടച്ചെടുക്കാം. ഇങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ ഈ കപ്പയിലിട്ട് മസാലയൊക്കെ പിടിക്കും. അപ്പോൾ ഈ കപ്പ മുട്ട ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് ചട്ടുകം കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചെറുതായി അരിഞ്ഞു വെച്ച സവോള കൊണ്ട് ഗാർണിഷ് ചെയ്യാം. വൈകുന്നേരങ്ങളിൽ കട്ടൻ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് കപ്പ മുട്ട ബിരിയാണി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്ത റെസിപ്പീസിൻ്റെ പിക്ചേഴ്സ് aishascreations1@gmail.com എന്ന മെയിൽ ഐ ഡിയിലിട്ട് സെൻഡ് ചെയ്ത് തരിക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്